നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പല രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളോട് തട്ടിക്കയറുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒന്നാമത്തെ ഉദാഹരണമായിട്ട് കാണിക്കാവുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞു തന്നെയാണ്. അതിന് പിന്നാലെ സുരേഷ് ഗോപി ഞാൻ ആരാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുന്നു. മാത്രമല്ല ഇത്തരത്തിൽ പല രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളോട് തട്ടിക്കയറുന്നത് നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സമാനമായ സംഭവം ആവർത്തിച്ചിരിക്കുകയാണ്. ഇത്തവണ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് മാധ്യമങ്ങളോട് തട്ടിക്കയറിയിരിക്കുന്നത്. കൈരളിയുടെ മാധ്യമ പ്രവർത്തകയോടാണ് രാജീവ് ചന്ദ്രശേഖർ തട്ടിക്കയറി സംസാരിച്ചത്. BJP നേതാവ് തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ മാധ്യമങ്ങളോട് ക്ഷോഭിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിനെ ഗുരുതര വിഷയമായി കാണുന്നത് CPMന്റെ തന്ത്രമാണെന്നും വരും ദിവസങ്ങളിൽ സത്യം പുറത്തു വരുമെന്നുമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അനിലിന്റെ ആത്മഹത്യയ്ക്ക് പിന്നിൽ CPMന്റെ ഭീഷണിയാണ് എന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ഇതൊരു പുതിയ CPM തന്ത്രമാണെന്നും നേതാക്കളെ നേരിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ വിഷയത്തിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച മാധ്യമ പ്രവർത്തകരോട് ക്ഷോഭിച്ചു. ചില മാധ്യമങ്ങൾ CPMനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും നുണ പ്രചരിപ്പിക്കുകയാണെന്നും കുറ്റപ്പെടുത്തി. മാത്രമല്ല തിരുമല അനിലിന്റെ മരണം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ കയ്യേറ്റം ചെയ്തതുമായി ബന്ധപ്പെട്ട ഉള്ള ചോദ്യങ്ങളായിരുന്നു അദ്ദേഹത്തെ വളരെയധികം കോപിപ്പിച്ചത്. ഞാൻ കാണിച്ചു തരാമെന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ഭീഷണി. നിങ്ങളോട് ആരാ പറഞ്ഞത്? നിങ്ങൾ ഏത് ചാനലാ? മതി, ഇവിടെ ഇരുന്നാൽ മതി, നീ നിന്നാ മതി, അവിടെ നീ ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്, ഞാൻ മറുപടി തരില്ല. ആത്മഹത്യ ചെയ്ത കൗൺസിലറാണ്, നിങ്ങൾ ഇങ്ങനെ നുണ പ്രചരിപ്പിക്കരുത്, ശുദ്ധ നുണയാണ്, നിങ്ങൾ നുണ പറയുന്ന ചാനലാണ്, ഒരു നാണവുമില്ലാത്ത ചാനലാണ്, മരിച്ച ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുന്നതിൽ നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങൾ മാധ്യമ പ്രവർത്തകരല്ല, നിങ്ങളെ മാധ്യമ പ്രവർത്തകരെന്ന് പറയാൻ പറ്റില്ല എന്നതടക്കമുള്ള പ്രതികരണമാണ് കൈരളിയുടെ റിപ്പോർട്ടർക്കെതിരെ രാജീവ് ചന്ദ്രശേഖർ നടത്തിയത്. ഇത്രയും കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ചോദ്യത്തിൽ അദ്ദേഹം പ്രകോപിതനാകുന്നു. പിന്നാലെ നിങ്ങൾ ഏത് ചാനലാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഞാൻ കൈരളിയുടെ റിപ്പോർട്ടറാണെന്ന് പറയുമ്പോൾ തന്നെ ആ കൈരളിയാണോ എന്ന രീതിയിൽ ഒരു പരിഹാസ മറുപടിയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിനൊപ്പം കൂടെ നിന്നവരും ചുറ്റും നിന്നവരുമൊക്കെ ആ കൈരളിയാണോ എന്ന രീതിയിലൊരു പരിഹാസ രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനുശേഷമായിരുന്നു ഇത്തരത്തിൽ ഈ നിങ്ങൾ മാധ്യമപ്രവർത്തകരല്ല, ഒരു നാണവുമില്ലാത്ത ചാനലാണ്, കൈരളി ഇങ്ങനെ പറയൂ എന്ന രീതിയിലൊക്കെ വളരെ രൂക്ഷമായിട്ട് വളരെ അക്ഷമനായിട്ട് രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. CPM നടത്തിയ ക്രിമിനൽ കൃത്യമാണിതെന്നും സത്യം വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നും അനിൽ പ്രസിഡന്റായ സൊസൈറ്റിയിൽ BJP ഭരണമായിരുന്നില്ല എന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിക്കുകയുണ്ടായി. അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സൊസൈറ്റിയുടെ ഭരണസമിതി BJPയുടേതാണെന്ന വാദം അദ്ദേഹം പൂർണ്ണമായും തള്ളി. അനിലിനെ ഭീഷണിപ്പെടുത്തിയതിന് പാർട്ടിക്ക് തെളിവ് കിട്ടിയിട്ടുണ്ടെന്നും ഈ വിഷയം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ആത്മഹത്യയിലേക്ക് നയിക്കുന്ന തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നത് നിസ്സാര കാര്യമല്ലെന്നും ക്രിമിനൽ കുറ്റമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2 ദിവസം മുൻപ് അനിലുമായി സംസാരിച്ചിരുന്നുവെന്ന് സമ്മതിച്ചെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളെക്കുറിച്ചോ സൊസൈറ്റിയെക്കുറിച്ചോ സംസാരിച്ചില്ലെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം ഈ ഒരു പ്രവൃത്തിയിൽ രാജീവ് ചന്ദ്രശേഖറിനെതിരെ കേരള പത്രപ്രവർത്തക യൂണിയൻ രംഗത്ത് വന്നിട്ടുണ്ട്. ചോദ്യം ചോദിച്ചതിന് മാധ്യമ പ്രവർത്തകയോട് അധിക്ഷേപകരമായി പ്രതികരിച്ച BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മാപ്പ് പറയണമെന്ന് കേരള പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. മാധ്യമ പ്രവർത്തകയെ സ്ഥാപനത്തിന്റെ പേര് ചോദിച്ച് ചോദ്യം വിലക്കിയ നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. കഴിഞ്ഞ ദിവസം BJP പ്രവർത്തകർ മാധ്യമ പ്രവർത്തകരെ മർദ്ദിക്കുകയും ഉപകരണങ്ങൾ തല്ലി തകർക്കുകയും ചെയ്തതിനെ കുറിച്ചായിരുന്നു ചോദ്യം. BJP പ്രവർത്തകരുടെ തെറ്റിന് മാപ്പ് പറയുകയും തെറ്റ് ആവർത്തിക്കില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്യേണ്ട പ്രസിഡന്റാണ് വനിതാ മാധ്യമ പ്രവർത്തകയോട് കൈരളിയാണെങ്കിൽ അവിടെ നിന്നാൽ മതിയെന്നും നിന്നെ കാണിച്ചു തരാമെന്നും പ്രതികരിച്ചത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്നതും ഫ്യൂഡൽ മാടമ്പിയെ പോലെയുമായിരുന്നു BJP പ്രസിഡന്റിന്റെ പ്രതികരണം. മാധ്യമ പ്രവർത്തകരെ മർദ്ദിച്ചതിൽ ഖേദപ്രകടനം പോലും നടത്താതെ വീണ്ടും അധിക്ഷേപം ചൊരിയുന്ന രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയ കേരളത്തിന് തന്നെ അപമാനകരമാണെന്നും KUWJ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണത്തിൽ, അതായത് തിരുവനന്തപുരം തിരുമല വാർഡിലെ BJP കൗൺസിലർ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശത്തിൽ BJP നേതാക്കൾക്ക് മരണത്തിലുള്ള പങ്കുമായി ബന്ധപ്പെട്ടുമുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങളോടായിരുന്നു മോശമായി പെരുമാറുന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ഈ സമീപനം ഒരു സംശയാസ്പദമാണ് എന്ന വിലയിരുത്തൽ വന്നിരിക്കുകയാണ്. കൈരളി TVയുടെ വനിതാ റിപ്പോർട്ടറെ യാതൊരു പ്രകോപനവുമില്ലാതെ ഭീഷണിപ്പെടുത്തുകയാണ് രാജീവ് ചന്ദ്രശേഖർ ചെയ്തത്. കഴിഞ്ഞ ദിവസം സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമ പ്രവർത്തകരെ BJP പ്രവർത്തകർ
പ്രവർത്തകർ ആക്രമിച്ചിരുന്നു. കൗൺസിലറുടെ ആത്മഹത്യയിൽ BJP നേതൃത്വത്തിന്റെ പങ്ക് പുറത്തു വരുന്നതിനുള്ള ഭയപ്പാടാണ് രാജീവ് ചന്ദ്രശേഖരൻ ഉള്ളത് എന്നാണ് വിലയിരുത്തൽ. തിരുമല അനിൽ പ്രസിഡന്റായ സൊസൈറ്റിയിൽ നിന്നും BJP നേതാക്കളും പ്രവർത്തകരും കോടിക്കണക്കിന് രൂപയുടെ വായ്പ എടുക്കുകയും അത് തിരിച്ചടയ്ക്കാതെ സൊസൈറ്റിയെയും തിരുമല അനിലിനെയും സാമ്പത്തിക ബാധ്യതയിലേക്ക് തള്ളിവിടുകയുമാണ് ഉണ്ടായതെന്ന് വ്യക്തമാവുകയാണ്. തന്നെ ഒറ്റപ്പെടുത്തിയെന്ന് അദ്ദേഹം ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട്. മരണത്തിൽ BJP നേതാക്കന്മാരും പ്രവർത്തകരും നടത്തുന്ന ദുരൂഹവും ആക്രമോത്സുകവുമായ ഇടപെടലുകൾ ഈ സംശയം ബലപ്പെടുത്തുന്നുണ്ട്. മാധ്യമപ്രവർത്തകയെ ഭീഷണിപ്പെടുത്തിയ BJP സംസ്ഥാന പ്രസിഡന്റിന്റെ നടപടിയിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു എന്നതടക്കമുള്ള വിലയിരുത്തലുകൾ ഒക്കെ പുറത്തു വരുന്നുണ്ട്. കൈരളിയാണെങ്കിൽ നീ അവിടെ നിന്നാൽ മതി, അവിടെ നീ ചോദിക്കരുത്, മറുപടി തരില്ല എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്കാണ് നയിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം കോൺഗ്രസിന്റെ BJPയുടെ നേതാക്കൾ കാരണം അവരുടെ പ്രവർത്തകർ തന്നെ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയാണുള്ളതെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ. അങ്ങാടിയിൽ തോറ്റതിന് മാധ്യമ പ്രവർത്തകരോട് പൊട്ടിത്തെറിക്കുകയാണ് BJP അധ്യക്ഷനെന്നും MV ജയരാജൻ പറഞ്ഞു. CPM എറണാകുളം ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച MM ലോറൻസ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം മരണാനന്തര ചടങ്ങിനുള്ള പണം മാറ്റിവെച്ചാണ് BJP ജില്ലാ ജനറൽ സെക്രട്ടറിയും കോർപ്പറേഷൻ തിരുമല വാർഡ് കൗൺസിലറുമായ തിരുമല അനിൽ യാത്രയായത്. സംസ്കാരത്തിനുള്ള 10,000 രൂപ കവറിൽ സൂക്ഷിച്ചിരുന്നു. തിരുമല ജംഗ്ഷനിലുള്ള ഓഫീസിലാണ് അദ്ദേഹം തൂങ്ങി മരിച്ചത്. പൊതുദർശനത്തിനിടെ സഹപ്രവർത്തകരിൽ പലരും പൊട്ടിക്കരയുന്ന സാഹചര്യമുണ്ടായി. ഒറ്റപ്പെട്ടുപോയെന്നും കുടുംബത്തെ വേട്ടയാടരുതെന്നും അനിൽ തന്റെ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയിരുന്നു. ആത്മഹത്യക്കുറിപ്പിൽ ആരുടെയും പേര് പറയുന്നില്ല. കഴിഞ്ഞ ദിവസം രാവിലെ 8:30-ഓടെയാണ് തിരുമല ജംഗ്ഷനിലുള്ള വാർഡ് കമ്മിറ്റി ഓഫീസിൽ അനിൽ എത്തിയത്. പിന്നീട് 10-നാണ് മരണവിവരം പുറത്തറിഞ്ഞത്. വലിയ ശാലയിൽ അനിൽ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം സാമ്പത്തിക പ്രതിസന്ധിയിലായതിനെ തുടർന്ന് അദ്ദേഹം മാസങ്ങളായി കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. വായ്പ എടുത്തവർ തിരിച്ചടയ്ക്കാതെ വന്നതോടെയാണ് തിരുവനന്തപുരം സഹകരണ സംഘം തകർച്ചയിലേക്ക് നീങ്ങിയതെന്നാണ് സൂചന. 10 വർഷം മുൻപാണ് വലിയ ശാലയിൽ സംഘം പ്രവർത്തനം തുടങ്ങിയത്. അതിനിടെ പലിശയ്ക്ക് പണം കടം വാങ്ങി അനിൽ ചിലരുടെ നിക്ഷേപം തിരികെ നൽകിയതായി സൂചനയുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.